നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇത്രയും റേഷ്യോസ് ഉണ്ട്. ROCE, EPS, PE, ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഡെറ്റ് ഇക്വിറ്റി, കറന്റ് റേഷ്യോ, ബുക്ക് അസറ്റ്. ഈ 8 റേഷ്യോസ് ഒന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇതാണ് 2018-ലെയും 2019-ലെയും ഡാറ്റ വന്നിട്ടുണ്ട്. 17, 18, 19. അപ്പം നമുക്ക് ഈ റേഷ്യോസ് ഈ ഡാറ്റയിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് ROCE തുടങ്ങാം. ROCEയുടെ ഫോർമുല റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഫോർമുല ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബൈ ക്യാപിറ്റൽ. ക്യാപിറ്റൽ എംപ്ലോയിഡ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുമ്പോൾ സാധാരണ എന്തൊക്കെയാ? ഷോർട്ട് ഷെയർ ഹോൾഡർ ഫണ്ട്, പിന്നെ റിസർവ്സ് പ്ലസ് എന്തെങ്കിലും ലോങ് ടേം ലോൺസ് ഉണ്ടെങ്കിൽ ആണ് ROCE നമ്മൾ നോക്കുന്നത്. EPSന്റെ ഫോർമുല അറിയാൻ പറ്റും, ഓർമ്മയുണ്ടോ? ഏർണിംഗ്സ് പെർ ഷെയർ അല്ലേ? ഏർണിംഗ്സ് പെർ ഷെയർ. ഏർണിംഗ്സ് അവൈലബിൾ ടു equity shareholders. Earnings available to equity shareholders divided by number of shareholders. Per share ആണ്. അപ്പം number of shareholdersനെ ഡിവൈഡ് എന്ന് പറയുമ്പോൾ ഏർണിംഗ്സ്. അപ്പൊ ഏർണിംഗ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ നോർമലി ഡിവിഡൻഡ് മൈനസ് ഡിവിഡൻഡ് പേയ്മെന്റ് ടു ആർക്കാണ്? പ്രിഫറൻസുകാർക്കുള്ള ഡിവിഡൻഡ് കുറയ്ക്കും. നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് പ്രിഫറൻസുകാർക്കുള്ള ഡിവിഡൻഡ് കുറച്ചു. അതാണ് ന്യൂമറേറ്ററിൽ. താഴെ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഇവിടെ പ്രിഫറൻസിനെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. അപ്പൊ നമ്മൾ ഒന്നും അസ്യൂം ചെയ്യണ്ട. ഏർണിങ്സ് എന്ന് പറയുമ്പോൾ എത്രയാണ് നെറ്റ് പ്രോഫിറ്റ് വന്നേക്കുന്നത്? 2018-ൽ 15,000 രൂപ. അത് തന്നെ വെക്കാം. ഷെയർ ഹോൾഡേഴ്സ് എത്ര ഉണ്ട്? നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് 7,500 കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. ഏർണിംഗ്സ് പെർ ഷെയർ എത്ര? 2 rupees per share.